പോയി. എന്തു പറ്റി? ഫീസ് പോയതായിരിക്കും. എളുപ്പം ശരിയാകൂ. ഇപ്പൊ ശരിയാകും. എവിടായി മോനെ? എത്തിക്കഴിഞ്ഞു. കലിക ടീച്ചർ വീട് ഇതിനടുത്താ. അശുഭകരമായൊരു വാർത്ത നാം അറിയാൻ പോകുകയാണ്. അതിനുള്ള മനക്കരുത്ത് നീ സമ്പാദിക്കുക. എന്താ അപ്പച്ച? പറയാം. പോകും വഴി നീ കലിയുടെ വീട്ടിലൊന്ന് കയറണം. അതെന്തിനാ അപ്പച്ച? ജോസഫ് അവിടെ ഉണ്ടാകും. ജോസഫിനെ രാത്രി പുറത്തെങ്ങും വിടരുതെന്ന് ഞാൻ പ്രത്യേകം ചട്ടം കെട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. കാർ അല്പം നീക്കിയിട്ടിട്ട് നീ കലിയുടെ വീട്ടിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരും. ശരി അപ്പച്ച. ടീച്ചർ, ജോസഫ്, അറിയാം. ക്ഷമിക്കണം, ഞങ്ങൾ അറിഞ്ഞില്ല. ജോസഫ് രാത്രി പുറത്തുപോയി. പക്ഷെ വരും, ഉടനെ വരും. വിഷമിക്കണ്ടേ കാക്ക, ജോസഫിനെ വരില്ല. ജോസഫ് മരിച്ചു കഴിഞ്ഞു. കലികളെ കൊന്നു കാക്ക.
സദൻ സദൻ ജോസഫിന്റെ മൃതദേഹം മിനിറ്റുകൾക്കുള്ളിൽ ഈ വീട്ടുമുറ്റത്തെത്തും. പറയും മോനെ. ഈ മരണം ഒരു സാധാരണ മരണമായി നമുക്ക് ആളുകളെ ബോധ്യപ്പെടുത്തണം. നീ പറയാറുള്ള നാട്ടു ഡോക്ടറെ കൊണ്ട് നമുക്കങ്ങനെ എഴുതി വാങ്ങിക്കണം. എന്നിട്ട് വേണം ജോസഫിനെ അടക്കാൻ. നമ്മുടെ അടുത്ത ലക്ഷ്യം കലികയുടെ എല്ലാ മന്ത്രശക്തികളും നശിപ്പിക്കുക എന്നുള്ളതാണ്. കലിയുടെ ശക്തി ഇപ്പോൾ തന്നെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ പക്കൽ ഇനിയും പഞ്ചശക്തികളുണ്ട്. അവയെ നശിപ്പിക്കുകയാണ് വേണ്ടത്. അതുവരെ ആർക്കും സംശയം തോന്നരുത്. കലികയുടെ ശക്തി ഇങ്ങനെ വർദ്ധിച്ചാൽ നാട്ടിൽ തന്നെ ആപത്താണ്. പക്ഷേ അപ്പച്ച, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, കലിക എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? കലിക എന്തിനു ജോസഫിനെ കൊന്നു? അത് ഒരു വലിയ കഥയാണ്. താമസിയാതെ അപ്പച്ചൻ പറഞ്ഞു. തൽക്കാലം ജോസഫിനെ മറവ് ചെയ്ത് നാളെ മുതൽക്കുള്ള പൂജയ്ക്ക് വേണ്ട ഏർപ്പാടുകൾ ചെയ്യുക. അവൻ നിരപരാധി, ആജ്ഞാനുവർത്തി. അവനെ വിട്ടേക്കൂ. ഒടിയാ 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 ജമാൽ, 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 കരയാതിരിക്കൂ. എല്ലാം ഈശ്വരവിധിയാണെന്ന് കരുതുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ജോസഫിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പച്ച, എന്റെ പൊടിയനെ കൊന്നവളുടെ കരണത്തിൽ നടിക്കാനുള്ള അവസരമെങ്കിലും എനിക്ക് തരും. എന്റെ പൊടിയന് വേണ്ടി അതെങ്കിലും ചെയ്ത് ഞാനൊന്ന് സമാധാനിക്കട്ടെ. സമാധാനിക്കൂ. അതിനുള്ള അവസരം നിനക്കുണ്ടാകണം. അമ്മച്ചി, ഇന്ന് ചന്തയിൽ പോണില്ലേ? ഇല്ല, നീ പോയിക്കോ. ധര, ധരിണി, ധരിത്രി, മഞ്ഞ്
ഉർവി, ധാത്രി, ക്ഷിതി, മഹി. ഇതെല്ലാം ഭൂമിയുടെ പര്യായങ്ങളാണ്. മനസ്സിലായോ? നാളെ വരുമ്പോൾ ഇതെല്ലാം ഭംഗിയായി പകർത്തി എഴുതിക്കൊണ്ടുവരണം. എന്നാ കുട്ടി പോയിക്കോളൂ. വാസു വന്നോ? ടീച്ചർ അറിഞ്ഞായിരിക്കും. അറിഞ്ഞോ? കഷ്ടമായി പോയി. നല്ല മനുഷ്യൻ, പരോപകാരി. ഇന്നലെ ഷാപ്പി വെച്ച് കണ്ടപ്പോ എന്തൊരു ചുറുചുറുക്കായിരുന്നു. ചങ്ക് നിന്നുപോയെന്നാ ഡോക്ടർ പറഞ്ഞത്. മദ്യപാനം കൊണ്ടാണ്. മദ്യം കുറയ്ക്കണമെന്ന് ഞാനും ജോസഫിനോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ വിളിച്ചത്? എന്റെ 7 ദിവസത്തെ പൂജ ഇന്ന് തുടങ്ങിയാണ് വാസു. ആ വേലപ്പൻ എന്നെ പറ്റിച്ച് സ്ഥലം വിട്ട് കളഞ്ഞു. കുറെ കാശും അവൻ എടുത്തോണ്ട് പോയി. പൂജയ്ക്കുള്ള കുറെ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വരണം. അവിടെ ഒരു വയസ്സൻ വന്നെന്ന് തോന്നുന്നു. ഔസേ കുഞ്ഞിന്റെ ആരാണ്ടാണെന്നാ പറഞ്ഞത്. ശരി. വാസു വൈകുമോ? ഇല്ല, ഔസേ കുഞ്ഞിന്റെ അടക്കം കഴിഞ്ഞിട്ട് ഉടനെ വരാം. പൂജാവിധിക്രമങ്ങളെല്ലാം ഏർപ്പെടുത്തിയോ മോനെ? തന്ത്രിയെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ലേശം കുഴപ്പം പിടിച്ച പണി തന്നെയാണ്. എന്റെ വാർദ്ധക്യത്തിന് അതിനുള്ള ആരോഗ്യമുണ്ടോ എന്തോ. കലിയുടെ മന്ത്രശക്തിക്ക് 7 പ്രേതശക്തികളാണ് അടിമയായിട്ടുള്ളത്. ഈ പ്രേതശക്തികളുടെ വിഹാരം കാവും പരിസരവുമാണ്. അതുകൊണ്ടാണ് ആ പരിസരത്ത് ആൾവാസം ഉണ്ടാവാൻ അവർ ഇഷ്ടപ്പെടാത്തത്. എന്ന് വെച്ചാൽ? ചുരുക്കി പറയാം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ കലിയയ്ക്ക് ക്ഷേത്രത്തിൽ സ്വന്തമായി പൂജയുണ്ട്. പൂർണ്ണ നഗ്നിയായിട്ട് വേണം പൂജ ചെയ്യാൻ. ക്ഷേത്രത്തിൽ ആൾപെരുമാറ്റം വരാൻ അവൾ ഇഷ്ടപ്പെടാഞ്ഞു. അതുകൊണ്ട് തന്നെ ആൾക്കാരെ ഭയപ്പെടുത്താനായി അതുവഴി വന്നാൽ ജീവനാശം ഉണ്ടാകുമെന്ന് അവർ ധരിപ്പിച്ചു. ആ കൊലകൾ നടത്താനുള്ള ഉപാധിയായിരുന്നു വേലപ്പൻ. അവനെ സമ്മതിച്ചു കഴിഞ്ഞു. കലിയുടെ 7 പ്രേതശക്തികൾ ദീർഘകാലത്തെ കഠിന മന്ത്രജപം കൊണ്ട് അവൾ നേടിയതാണ്. അതിൽ 2 എണ്ണം അറിഞ്ഞോ അറിയാതെയോ ജോസഫ് ഹനിച്ചു കളഞ്ഞു. ഇനിയുള്ള 5 എണ്ണം താര, ധ്രൂമിക, വടയക്ഷിണി, വാർത്താളി, ചിന്നമസ്ത, ഇതിനെയൊക്കെ നാം കീഴടക്കേണ്ടിയിരിക്കുന്നു. അതിനെന്താ ചെയ്യാ അപ്പച്ച? അതിനുള്ള പൂജാക്രമങ്ങളാണ് നാം തുടങ്ങുന്നത്. അവയെ കീഴടക്കിയാൽ അമ്മങ്കാവൽ ദേവി സ്വതന്ത്രയാകും. നമ്മുടെ ലക്ഷ്യം കലിയയുടെ പിടിയിൽ നിന്ന് ദേവിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിനുമുണ്ടൊരു കുഴപ്പം. കലിയയുടെ മന്ത്രാനുഷ്ഠാനം തുടങ്ങി 21 വർഷം തികയുന്ന ദിവസം അടുത്തിരിക്കുന്നു. മറ്റന്നാൾ. അതിനു മുമ്പ് നാം ദേവിയെ സ്വതന്ത്രയാക്കിയില്ലെങ്കിൽ പിന്നെ കലിയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. നീ പോയി കുളിച്ച് ശുദ്ധിയായി വാ.
നീ ബ്രാഹ്മണ്യം സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പച്ചൻ ഇനിയും പറഞ്ഞില്ല. കലിക എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എല്ലാം പറയാം, സമയമായില്ല. ഇക്കക്ക വന്ന് ആഹാരം കഴിക്കും. എനിക്ക് വേണ്ട സദൻ. ഇക്കക്ക 2 ദിവസമായി ഒന്നും കഴിക്കുന്നില്ലല്ലോ. എനിക്കൊന്നും വേണ്ട. ഒന്നും കഴിക്കാതിരുന്നാൽ വേണ്ടെന്ന് പറഞ്ഞില്ലേ? സദൻ, എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്. മകനെ, കലികയുടെ പ്രേതശക്തികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒപ്പം നാം ദേവിയെ സ്വതന്ത്രയാക്കി. പക്ഷേ അതുകൊണ്ടായില്ല. ഇനി എന്താ ചെയ്യാ പച്ച? കലിക മന്ത്രശക്തി ദുർവിനിയോഗം ചെയ്തവളാണ്. ഇനിയും അവളെ ശ്രമിക്കും. ആ ശക്തി തടയണം. അതിന് 21 വർഷമായി അവൾ അനുഷ്ഠിച്ചു വന്ന ചാരിത്രം നശിക്കണം. ദീർഘകാല ബ്രഹ്മചര്യമുള്ള ഒരുത്തനെ സാധിക്കും.